5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മളിപ്പോൾ ഒരു യൂട്യൂബ് ചാനലുകളായാലും ഡിജിറ്റൽ മീഡിയ ആയാലും ഡിജിറ്റൽ ചാനലുകളായാലും ഓൺലൈൻ ചാനലായാലും സാറ്റലൈറ്റ് ചാനലിലായാലും എപ്പോഴും ഭരണകക്ഷികളെ ഇങ്ങനെ പറയുക, കുറ്റം പറയുക, മന്ത്രിമാരെ കുറ്റം പറയുക, കേന്ദ്രത്തിലാണെങ്കിൽ മോഡിയെ പറയുക, മോഡിയിലെ മന്ത്രിസഭയിലുള്ള ആളുകളെ പറയുക, ഇവിടെ കേരളത്തിലാണെങ്കിൽ പിണറായിയെ പറയുക, മന്ത്രിമാർ, ഇങ്ങനത്തെ ഒരു ഫാഷനായിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ചൊരു വ്യത്യസ്തമായൊരു കാര്യം പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ പി രാജീവിൻ്റെ ഭാര്യ ഡോക്ടർ എ വാണി കേസരി, ഒരു നല്ല പേരാണ് വാണി കേസരി. അവരാണെങ്കിൽ കുസാറ്റ് യൂണിവേഴ്സിറ്റിയുടെ NR മാധവ് മേനോൻ ഇന്റർ ഡിസിപ്ലിനറി സെൻറ്റർ ഫോർ റിസർച്ച് എത്തിക്സ് ആൻഡ് പ്രോട്ടോകോൾസ് ICREPയുടെ ഡയറക്ടറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരെ ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയുടെ ഫാക്കൽറ്റി ആയിട്ട് തിരഞ്ഞെടുത്തു. ഇസ്രായേലിലെ ഹൈഫ യൂണിവേഴ്സിറ്റിയുടെ യുനെസ്കോ ചെയർ ആൻഡ് ബയോ എത്തിക്സ് യൂണിറ്റിലെ ഫാക്കൽറ്റി അംഗമായാണ് ഈ വാണി കേസരിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് രാജീവിൻ്റെ ഭാര്യയാണ്. രാജീവിൻ്റെ ഭാര്യയായത് കുഴപ്പമാണോ? പണ്ട് കാലത്താണ് കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവരുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരും മക്കൾമാരും കോർപ്പറേറ്റിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ എതിർക്കുന്ന പാർട്ടിക്കാർ എതിർക്കുന്നിടത്ത് പോകാൻ പാടില്ല എന്നൊക്കെ പണ്ടാണ്. അതൊക്കെ ആദർശ രാഷ്ട്രീയത്തിൻ്റെയും അത് വേറൊരു കാലഘട്ടമാണ്. ഇപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ കാലമാണ്. ആദർശമൊന്നുമില്ല. ഇപ്പോൾ കോർപ്പറേറ്റ് യുഗത്തിലാണ്. അല്ലതിനെ ഭാര്യ എന്ത് പഴിച്ചു, മക്കളെന്ത് പഴിച്ചു? അച്ഛൻ മന്ത്രിയാണെന്ന് വെച്ചിട്ട് മക്കൾക്ക് ജോലി ചെയ്തുകൂടെ, മക്കൾക്ക് ബിസിനസ് ചെയ്തുകൂടെ? ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനി നടത്തുന്നുണ്ടല്ലോ. അച്ഛൻ ഭാവിയിൽ മുഖ്യമന്ത്രി ആവുമെന്ന് അറിഞ്ഞുകൊണ്ടല്ലോ, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പാണല്ലോ കമ്പനി തുടങ്ങിയത്. അങ്ങനെ വരും. അപ്പോൾ അതിനെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇപ്പോൾ ആളുകൾ ഇതിനെയും കുറ്റം പറയുകയാണ്. ആളുകൾക്ക് എന്തെങ്കിലും കിട്ടിയത് എന്താണ്? ഇസ്രായേലിനെ എതിർത്തുകൊണ്ട് പാലസ്തീന് വേണ്ടി കാർഫ് കെട്ടിയ മറ്റേ ഇതുണ്ടല്ലോ, കഴുത്തിൽ കാർഫ് കെട്ടിയിട്ടുള്ള ആള്, അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസ്സിൽ എല്ലാവരും കൂടി കാർഫ് കെട്ടിയപ്പോൾ രാജീവും കാർഫ് കെട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് രാജീവിൻ്റെ ആ കർച്ചീഫ് കെട്ടിയിട്ടുള്ള ഷോട്ടൊക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ താങ്കളുടെ ഭാര്യ ഇതാ ഇസ്രായേൽ ഫാക്കൽറ്റി ആയിട്ട് പോയിരിക്കുന്നു, താങ്കൾ കുളിപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. അതിലൊരു കാര്യമില്ല. അവർ പഠിച്ചു, അവർ LLMന് റാങ്ക് വാങ്ങി, അവർ മിടുക്കിയായി. പിന്നെ ജോലി കിട്ടിയതൊക്കെ ചിലപ്പോൾ വല്ല ഇൻ്റർവ്യൂ ഒക്കെ നടക്കുമ്പോൾ വല്ല ശുപാർശയൊക്കെ നടന്നിരിക്കും. അതൊന്നും ഒരു കാര്യമില്ല. ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ ശുപാർശ പറ്റില്ലല്ലോ. ഇൻ്റർവ്യൂലൊക്കെ ഒന്ന് വിളിച്ചൊക്കെ പറഞ്ഞിരിക്കും. അതൊന്നും വലിയ തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരും അങ്ങനെ ഇങ്ങനെയല്ല. ഇപ്പോൾ സാധാരണ ജനങ്ങളും ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ കൊണ്ട് അവരെ കൊണ്ട് വിളിപ്പിക്കുമല്ലോ, കത്തൊക്കെ വാങ്ങിച്ച് കൊടുക്കുമല്ലോ. അതൊക്കെ സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ. അങ്ങനെ അവർ ഡയറക്ടറായി അവിടെ ഇരുന്നുകൊണ്ടാണ് ഫൈഫ യൂണിവേഴ്സിറ്റിയുടെ എത്തിക്സ് വിഭാഗത്തിൻ്റെയൊക്കെ ഫാക്കൽറ്റിയായി മാറുന്നത്. അതിലൊരു കുറ്റവും പറയാനില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ രാജീവിൻ്റെ ഭാര്യ അങ്ങനെയാണ്. മന്ത്രിമാരുടെ മക്കൾ, ഓരോരുത്തരുടെ മക്കളെ എടുത്ത് നോക്കും. അവരെല്ലാം ഈ ആദർശവും പറഞ്ഞ് പഴയ പരിപ്പോടെയും കട്ടൻ ചായയും കുടിച്ച് കുഴിമന്തി ബിരിയാണി ഒന്നും കഴിക്കാതെ, വലിയ കാറിൽ സഞ്ചരിക്കാതെ, വലിയ വീട് വയ്ക്കാതെ ഇങ്ങനെ പാവം പോലെ ഇരിക്കണമെന്നാണോ? അതൊന്നും പ്രായോഗികമായി പറ്റുന്നതല്ല. അതുകൊണ്ട് രാജീവിൻ്റെ ഭാര്യ ചെയ്തത് 100% ശരിയാണ്. സഹാക്കളായിട്ടുള്ളവർ ആരും ഇത് ട്രോളരുത്. സഹാക്കൾ ഒരു വിഭാഗം തന്നെ, മറ്റ് വിഭാഗക്കാർ, അച്യുതാനന്ദൻ ഗ്രൂപ്പ്, മറ്റ് ഗ്രൂപ്പുകാരൊക്കെ ഭയങ്കരമായിട്ട് ട്രോളുന്നുണ്ട്. അവരാരും ട്രോളരുത്. അതുപോലെ കോൺഗ്രസ്സുകാരും BJPക്കാരും ഒന്നും ഇലക്ഷൻ സമയമാണെന്ന് പറഞ്ഞ് ട്രോളേണ്ട കാര്യമില്ല. രാജീവിൻ്റെ ഭാര്യയ്ക്ക് തീർച്ചയായിട്ടും ഇതിനോട് പോകാനുള്ള എല്ലാ അർഹതയുണ്ട്. അവർ അക്കാഡമിക് രംഗത്ത് നിൽക്കുന്നവരാണ്. അതിന് കഴിവുണ്ട്. അവർക്ക് എവിടെ വേണോ, ഐക്യരാഷ്ട്രസഭയിലോ, നാളെ ISSൻ്റെ യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവിടെയോ, അല്ലെങ്കിൽ പാകിസ്ഥാനിലൊരു യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് എവിടെയും പോയി ജോലി ചെയ്യാം. അവരുടെ തീരുമാനമാണ്. അക്കാഡമിക്കായിട്ട് അവർ തീരുമാനിക്കും അവരെവിടെ ജോലി ചെയ്യണം. അതൊരു വ്യക്തിയാണ്. അവർ പിന്നെ PhD എടുത്തവരാണ്, LLM എടുത്തവരാണ്, അതിന് റാങ്ക് വാങ്ങിയവരാണ്. ഷീസ് എലിജിബിൾ. അവരെവിടെ പോയി ജോലി കിട്ടുന്നേ. അപ്പോൾ ഇതിനകത്തൊന്നും ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ട്രോളാൻ നിൽക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് രാജീവിൻ്റെ ഭാര്യയ്ക്ക്, വാണി കേസരിക്ക് അവർക്കിഷ്ടമുള്ള ജോലി ചെയ്യാം. അവരെ സ്വതന്ത്രമായി വിടുക. അവർ അവിടെ പോകട്ടെ. ഇസ്രായേലിൽ ഇപ്പോൾ ജോലിയാണ്, ഇസ്രായേലിൽ ഇപ്പോൾ ജോലി ചെയ്യട്ടെ. ഇനി ഇവിടെയാണ് ജോലി, ഇവിടുത്തെ സെൻറ്ററിലാണെങ്കിൽ ഇവിടെ ജോലി ചെയ്യട്ടെ. എവിടെയാണ് അവർക്ക് സെൻറ്റർ കിട്ടുന്നത് അവിടെ പോയി അവർ സുഖമായി ജോലി ചെയ്യട്ടെ. അതിലൊന്നും ഒരു കാര്യമില്ല. ഇസ്രായേലിന് വേണ്ടി തന്നെ, ഇസ്രായേലിൻ്റെ പുരോഗതിക്ക് വേണ്ടി തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിൻ്റെ ഗുണഗണങ്ങളായിരിക്കും അവർ പഠിപ്പിക്കുന്നത്. അത് ചെയ്യട്ടെ. അതൊന്നും ഒരു കാര്യമില്ല. കാര്യം വേറെ, രാഷ്ട്രീയം വേറെ, കുടുംബകാര്യം വേറെ, കളി വേറെ, വീട്ടിലെ കാര്യം വേറെ, പിന്നെ നാട്ടിലെ കാര്യം വേറെ. രണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ നമുക്ക് കണ്ടാൽ മതി. കുഴപ്പമില്ല. വീട്ടിൽ ചർച്ച ചെയ്താൽ പോരെ. ഇപ്പോൾ രാജീവ് വീട്ടിലുള്ളപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം പറയാതിരുന്നപ്പോൾ, ഇസ്രായേൽ പണ്ട് പറയുമല്ലോ, നമ്മുടെ ഈ ശ്രീനിവാസൻ്റെ ഒരു സിനിമ പറയുമല്ലോ, പിന്നെ നമ്മുടെ രാജ്യങ്ങളുടെ പേര് പറയുന്നതിനെ സംബന്ധിച്ച് ശ്രീനിവാസൻ്റെ സിനിമ പറയുമല്ലോ. അതുപോലെ ഇസ്രായേൽ എന്ന പേര് പറയാതിരുന്നാൽ മതി വീട്ടിൽ. അത് തീർച്ചയായിട്ടും രാജീവിൻ്റെ ഭാര്യ വാണി കേസരിക്ക് ഇതിൽ പങ്കെടുക്കാം. അവർ വീണ്ടും അതിൻ്റെ ഇപ്പോൾ ഫാക്കൽറ്റി മാത്രമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ഡയറക്ടറും VC ഒക്കെ ആവട്ടെ.